ഹലോ മൈ ഗായ്സ്, ഇന്ന് നമ്മുടെ സ്വന്തം കേരളക്കാരുടെ മുത്തായ ആനവണ്ടിയാണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ നമ്മുടെ ഓട്ടം എങ്ങോട്ടാന്ന് വെച്ചാൽ കൊച്ചി ടു കോയമ്പത്തൂർ. ഇപ്പോൾ കൊച്ചി ബസ് സ്റ്റാൻഡിൽ തന്നെ രണ്ടുപേരുണ്ട്. ഇപ്പൊ നമ്മളങ്ങ് ഫസ്റ്റ് ഓട്ടം തുടങ്ങുവാണ്. പിന്നെ എന്നാ പറയാനുള്ളത്, പിന്നെ നമ്മള് വേറൊരാളുടെ കാലില്ലേ ഇവിടുന്ന് പോയ ആൾക്കാരുടെ ഈ വണ്ടി മേടിച്ചപ്പോൾ ചെറിയ തട്ടലും മുട്ടലൊക്കെ ഉണ്ട്. അതൊന്നും നമ്മുടെ കാര്യമല്ല, നമ്മൾ ഓടിക്കുക. സർക്കാരിന്റെ വണ്ടിയല്ലേ. ഞാൻ അങ്ങോട്ടാ പോണ്ടേന്ന്. ഡിഫൻഡറൊക്കെ നമ്മുടെ ആനവണ്ടിയെ തുറച്ചു പോകുന്നുണ്ട്. ഞാൻ ഈ കൊച്ചു റോഡിൽ നിന്ന് ഇറങ്ങട്ടെ, അല്ല നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇത്ര കാണിച്ച ആ ഡിഫൻഡുകാരൻ ഇച്ചിരി അതുണ്ടല്ലോ, അവരുടെ നമ്മൾ ഇച്ചിരി അവനെ ഒന്ന് തോപ്പിക്കണം, അല്ലെങ്കിൽ ആനവണ്ടിയുടെ പവർ കുറഞ്ഞു പോകും. ഞാൻ ഇറങ്ങാൻ വരുമ്പോൾ തന്നെ ആരോ ഉണ്ട് പിന്നീട് വെച്ചേ. എനിക്കിഷ്ടമില്ല ഈ വണ്ടിയെ പാട്ടോ സംഭവങ്ങളോ വല്ലതും ഉണ്ടോ നോക്കട്ടെ. പാട്ട് വെച്ചാൽ ഞാൻ പറയുന്നൊന്നും എന്റെ പേരിൽ കുറ്റം വരും. ഞാൻ ഇടിപ്പിച്ചെന്ന് പറയും. ആനവണ്ടിക്കാർ ഇടിപ്പിച്ചാൽ പിന്നെ നമ്മുടെ പേരിലല്ലേ കുറ്റം. അതുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നില്ല, അല്ല പാട്ട് വെക്കുന്നില്ല. റോഡ് തെറ്റിയോന്നൊരു ചെറിയ സംശയമുണ്ട്. അയ്യോ ഗായ്സ്, റോഡ് തെറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ഡ്രൈവ് അല്ലേ ഗായ്സ്, ചെറിയ കയ്യബദ്ധമൊക്കെ പറ്റും. നിങ്ങൾ ഒന്ന് വിചാരിക്കല്ലേ. ഇവിടുന്ന് എങ്ങോട്ടാ പോകേണ്ടത്? ഞാൻ ശ്രദ്ധിച്ചാണല്ലോ ഓടിച്ചത്. അയ്യോ, ഫസ്റ്റ് ഡ്രൈവ് അല്ലേ ഗായ്സ്. വണ്ടിയെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ചോദിക്കും, KSRTC-കാരനല്ലേ, ഇത് വഴിയൊന്നും അറിയത്തില്ലടാ. നമ്മൾക്ക് ഫസ്റ്റ് ഡ്രൈവ് ആയതുകൊണ്ട് ചെറിയായിട്ട് അറിയത്തില്ല. അതൊന്നും നമ്മൾ കാര്യമാക്കത്തില്ല ഗായ്സ്. ശരിയൊക്കെയാണ് തോന്നല്ലേ. ശരിയാണ് ഇല്ല. ഇപ്പൊ എനിക്ക് കിട്ടി ഒന്നാന്തരം കൊമ്പവണ്ടിയൊക്കെയാണ് പോകുന്നത്. നമ്മൾ ഇങ്ങോട്ട് കയറ്റിയാൽ സൂക്ഷിച്ചിട്ട് കയറ്റണം. ഏട്ടാ
വണ്ടിക്കാരന്മാരൊക്കെ ഭയങ്കര ധൃതിയാണ് അവന്മാർക്ക്. നമ്മൾ കളി ഉണങ്ങിയാൽ പിന്നെ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. വൈപ്പറൊക്കെ പിന്നെ എന്നാ മഴയൊക്കെ പോയി. അപ്പോൾ ഇത് ഹൈവേ ആണ് നമ്മൾ ഓടിക്കുന്നത്. കുറേ ലോറിക്കാരും വണ്ടിക്കാരും ഒക്കെ പോകുന്നുണ്ട്. ഇവ പാലക്കാടായിട്ടുണ്ട്. നമ്മുടെ തന്നെ പാലക്കാടിന് നമ്മള് നേരെ കോയമ്പത്തൂരാണ്. പോലീസൊക്കെ പോകുന്നുണ്ട്. പോലീസല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇതിനിടയ്ക്ക് കയറി പോകാൻ പറ്റുമോ നമ്മളെ കൊമ്പമ്പടിക്ക്? ശ്രമിച്ചു നോക്കാൻ പോവുകയാണ്. ഗൈസ് വളവാണ്. പണിയിട്ടു ഗൈസ്. ഓട്ടോറിക്ഷ. ഓമാരൊന്നും ഒതുക്കുന്നില്ലല്ലോ ഗൈസ്. ഒതുക്കാൻ ഭയങ്കര അതാണ് ഓമാർക്കൊക്കെ. ഓമാരെ കടന്നു കെട്ടണം. ഒരു പൊട്ടനാന്ന് തോന്നുന്നു വണ്ടി ഓടിക്കണം. കയറി പോയിട്ടുണ്ട് നമ്മള്. ഡിഫൻഡർക്കാരന് അത്ര അതാണെന്ന് തോന്നുന്നു. ഒന്ന് ബ്രേക്ക് പിടിച്ചേക്കാം, ചവിട്ടിയേക്കാം നമ്മള്. നമ്മപ്പം ഓടിച്ച് കയറ്റി. ഇപ്പൊ പിന്നെ നല്ല വയൽവാരമൊക്കെ ഉണ്ട്. നല്ല ലുക്കാണ്. KSRTC എല്ലാവരും നമ്മുടെ ബസ്സൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് നേരെ എടുത്തോണ്ടങ്ങ് പോവായിരുന്നു. ചെറിയ സംശയം ഇല്ല. യൂട്ടേൺ കയറാൻ പറ്റും ഗൈസ്. ആവശ്യമില്ല. യൂട്ടേണുണ്ട്. കയറി പോണം. ഇവിടുന്ന് കറങ്ങി പോണം. നമ്മളങ്ങ് കയറ്റണം. എന്നോടാ ലോറിയൊക്കെ നമ്മൾ അങ്ങോട്ടാണോ പോകുന്നത്? അങ്ങോട്ട് കയറണം. ഓട്ടോറിക്ഷ ഇച്ചിരി ഒതുക്കുന്നില്ലല്ലോ. ചേട്ടന്മാർക്കൊക്കെ ഭയങ്കര അതാണ്. നമ്മൾ ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോകണം. കയറാൻ സംഭവമില്ല കേട്ടോ. ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ കറങ്ങി വരേണ്ട ഒരു അവസ്ഥ വന്നു നമുക്ക്. തന്നെ അവസ്ഥയല്ല ഗൈസ്. ഫസ്റ്റ് ഡ്രൈവറിന് ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് യൂട്ടേൺ കയറാം. അങ്ങോട്ട് തിരിഞ്ഞു പോകണം.
ഇപ്പോൾ ബസ് തന്നെയാണ്. ഒരു ബന്ധമുള്ളവരായിട്ട് പോലും അവന്മാർക്കൊക്കെ ഒതുക്കത്തില്ലോ അവന്മാരൊന്നും. ഓ നല്ല ആളാന്ന് തോന്നുന്നു, നല്ല മനുഷ്യൻ. വഴി ഒതുക്കി തന്നെ. ഇത് നമ്മൾ കറങ്ങി പോവാം. എത്ര പോകുന്നു കേസ് നമ്മൾ. ഫസ്റ്റ് ഡ്രൈവറിന് ഇങ്ങനെയാന്ന് വെച്ചാൽ കറങ്ങി പോണം. ഇനി യൂട്ടേണുണ്ട് ഗൈസ്. എനിക്ക് പെട്രോളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ നേരെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം സ്കോർപ്പിയല്ല പോയത് ഗൈസ്. പെട്രോൾ അടിക്കണം ഗൈസ്. അടിച്ചേക്കാം, അല്ലെങ്കിൽ അടിക്കണ്ട. ഏവനാളാ കയറി വരുന്നത്. ഇറങ്ങി ചെന്ന് രണ്ടെണ്ണം പറയായിരുന്നു. നിനക്ക് എവിടെ നോക്കിയോ ഓടിക്കുന്നേ? നല്ല വയൽവാരമൊക്കെ ഉണ്ട്. നമ്മുടെ സ്വന്തം കൊമ്പൻ വണ്ടിയാണ്. പാലക്കാടല്ലേ, വയലല്ലാതെ പിന്നെ എന്ത് കാണാനാണ്? പാലക്കാടിന് ഒരു പ്രത്യേകത ഒരു കാഴ്ചകൾ കാണാനുണ്ട്. പാലക്കാട് പോയവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ ബസ് നമ്മൾ കറക്റ്റ് സമയത്തിനൊക്കെ ഓടിക്കാം, അങ്ങനെയായിരുന്നു. പിന്നെ ഈ ലോറിക്കാരൊക്കെ ഒതുക്കത്തില്ല. ഞാൻ കുറച്ച് മുമ്പേ പോയപ്പോൾ ഒരുത്തൻ ഒതുക്കി കാണിച്ചില്ല. അതൊക്കെ നല്ല ആൾക്കാരാണ്. പിന്നെ യുവമാരൊന്നും ഒതുക്കത്തില്ല. കണ്ടോ വയസ്സ്. പിന്നെ നമ്മുടെ KSRTC ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ബസ് ഇടണേ ഗായ്സ്. നമ്മൾ ആൾക്കാരെ കയറ്റാൻ മറന്നുപോയി ഗൈസ്. നമ്മളെ ബസ് ഒരാളുടെ ഒരു യാടാന്ന് തോന്നുന്നു. അവിടെ കയറി നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്കവിടെ ആൾക്കാരുണ്ടായിരുന്ന പോലെ തോന്നുന്നു. ഇതിവിടെ അങ്ങോട്ടുള്ള ഹൈവേ ആണ്. മുട്ടിയാലും തട്ടിയാലും സീനാവും. ആൾക്കാരെ കണ്ടു. അവര് നമ്മുടെ അവിടെ പോകാനുള്ളവരാണോന്ന് ആർക്കറിയാം. പോവാൻ ഉള്ളവരായിരിക്കും അവര്. അതോ വേറെ സ്ഥലത്തൊക്കെ പോകാനാണ്. നമ്മള് കൊച്ചി ടു കോയമ്പത്തൂരാണ്. കേറുന്നവര് കേറട്ടെ ഗൈസ്. ഇപ്പോൾ നമ്മുടെ കണ്ടക്ടറാണ് ഓടിക്കുന്നത്. എൻ്റെ കൈക്ക് ചെറിയ വേദന ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം ചെറുതായിട്ടിരിക്കുമ്പോൾ അയ്യോ ഗായ്സ് അവര് എന്നായിരുന്നു. നമ്മുടെ ബസ് പോകാനുള്ളതാണ്. കോയമ്പത്തൂരിലേക്കായിരിക്കും. കോയമ്പത്തൂരാണ്. അമ്മയ്ക്കൊക്കെ ഒന്ന് ചാടി കേറിയിട്ടുണ്ട്. നമ്മള് ഇപ്പൊ എൻ്റെ കൈവേദന മാറിയിട്ടുണ്ട്. ഞാൻ ഓടിച്ചാൻ തുടങ്ങി. അമ്മ കണ്ടക്ടർ ചെറുതായിട്ടൊന്ന് മുട്ടിയിട്ടുണ്ട്. വിഷയമില്ല. കണ്ടക്ടർ എന്നാലും വല്ലാത്ത പണിയായി കാണിച്ചു പോയത്. അവിടെ ബസ്സിൻ്റെ സൈഡിൽ പോട്ടലായി. ഇവന്മാരൊക്കെ ഒതുക്കടാവേ.
കേറിപ്പോയാലോ അടുത്തവന്മാരുടെ ഫ്രണ്ടിലേക്ക് കയറി ചെല്ലുന്നു. നമ്മള് ഗിയർ 6 ഇപ്പൊ ഇട്ടേക്കുന്നത്. നേരെയാണ് പോണ്ടേ. അത് ലോറിക്കാരൊന്നും ഒതുക്കടാ. അത് 2 വർത്താനം പറഞ്ഞേക്കാം. അവിടെ എന്തി കാണിക്കുന്നേ? നീ എന്തി കാണിക്കുന്നേ? എൻ്റെ പേര് അർജുൻ എന്നാണ്. കണ്ടക്ടറുടെ പേര് എന്നായിരുന്നു? സോമൻ എന്നാണ്. നമ്മൾ ഓടിച്ചു പോകുന്നുണ്ട്. പോയിക്കൊണ്ടിരിക്കുവാണ്. അവിടെ ഇവന്മാരൊക്കെ ഒന്ന് ഒതുക്കടാ. ഡിഫൻഡറുകാരൻ സമ്മേശാൻ തോന്നുന്നു. നമുക്ക് സ്റ്റോപ്പ് ഉണ്ട്, നമുക്ക് നിർത്തിയേക്കാം. ഗേറ്റ് നിർത്തിയേക്കാം ഗൈസ്. കയറിക്കോളൂ, ഞാൻ വാതി തുറക്കട്ടെ. അമ്മച്ചി ഫ്രണ്ടിൽ കയറിയിരുന്നു. പോലീസായിരുന്നു. ഇപ്പൊ ഇടിച്ചിടുന്നെങ്കിൽ വള്ളി കിട്ടിയാനെ ഗൈസ്. കഴിയാണ് നമ്മൾ പറപ്പിച്ചാലും വളമുണ്ട്. നമ്മുടെ അവിടെ ചെല്ലുമ്പോ ഓർത്തില്ലേ, പിന്നെ തെറ്റിപ്പോകും. നമ്മൾ ഓടിച്ചോടിച്ച് പോവുകയാണ്. വളവിലായിരുന്നു നമ്മൾ ഓർത്തേക്കാണ് കയറി. പാലോ, അയ്യോ ഇത് നമ്മൾ വിചാരിച്ച പോലീസല്ല എന്ന് തോന്നുന്നു. നമ്മൾ വിചാരിച്ച ഇത് പോലീസാണ്. വളമാണ് ഇച്ചിരി കുറച്ചേക്കാം. വളമൊക്കെ നമുക്ക് വളർന്നു പോയേക്കാം. നമുക്ക് അടുത്ത സ്റ്റോപ്പും കിട്ടിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ കേറ്. അച്ഛൻ തന്നെ കേറാത്തത്. പുള്ളി കേറുന്നില്ലല്ലോ. പുള്ളി കേറിയിട്ടുണ്ട്. പിന്നെ ഡ്രൈവ് തുടങ്ങിയേക്കാം. അപ്പം നമ്മൾ പിന്നെ ഓടിച്ചു തുടങ്ങി. എടാ നമ്മുടെ സ്വന്തം കേരളക്കാരുടെ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ വരുന്നു. ചെറുക്കന്മാരൊക്കെ എന്നാ ചെയ്യാനാ? ബൈക്ക് എവിടെ അത്യാവശ്യത്തിന് പോകുന്നു തോന്നുന്നു. ഒതുക്കിട്ടാടെ ലോറിക്കാരാ. ഹൈവേ അങ്ങോട്ട് കല്ലുമഴി ഒന്ന് കയറി നോക്കാൻ പോവുകയാണ്. മുട്ടിയാൽ പ്രശ്നമാവോന്ന്. അയ്യോ, ആ ഓട്ടോയുടെ ഫ്രണ്ടിൽ എങ്ങനെയെങ്കിലും കയറിയില്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. കേറണം എൻ്റെ ഗൈസ്. കേറി ഗൈസ്. നമ്മൾ നേരെ സെക്കൻഡ് ഹൈവേയിലേക്ക് അങ്ങ് നേരെ കയറ്റിട്ടുണ്ട്. നേരെ ഓടിച്ചു തുടങ്ങി. എല്ലാവർക്കും ധൃതിയാണ്. നമ്മൾ എടുക്കുന്നതിന് മുമ്പ് പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെയിന്റ് ചെയ്തപ്പോൾ വണ്ടീനെ കാണാൻ ഇച്ചിരി അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എത്താറായി. എത്തി. വലിയൊരു പാലമാണ് നമ്മൾ കയറുന്നത്. കോയമ്പത്തൂർ പാലമാണെന്ന് തോന്നുന്നു. നമ്മൾ എലുമ്പുഴിയാണ് പോകുന്നു. നമ്മൾ ഈ റോഡിൽ കൂടെ പോകാനായിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നമ്മുടെ റോഡ് ഇതല്ലേ, അപ്പോൾ നമ്മൾ എലുമ്പുഴിയല്ലേ പോകുന്നത്.
അങ്ങനെ നമ്മുടെ മച്ചന്മാരെ നമ്മള് കോയമ്പത്തൂരെത്തി. അങ്ങനെ നമ്മള് ഇങ്ങനെ ഓടിച്ചോടിച്ച് പോവുകയാണ്. നമ്മള് ഓടിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മൾ ഓടിച്ച് ഫസ്റ്റ് ഡ്രൈവ് കഴിയാറായിട്ടുണ്ട്. ചെറിയൊരു തട്ടലും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് എന്നായിരുന്നു വിഷയമില്ല. നമുക്ക് ഏതെങ്കിലും അടുത്ത സെക്കൻഡ് ഡ്രൈവിന് ഞാൻ ഈ വണ്ടി പണിതിട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. നിങ്ങളൊക്കെ അത് കാണണേ. പെട്രോളുണ്ടല്ലോ നമ്മുടെ വണ്ടിക്ക്. ഉണ്ട്. ഇവിടത്തൊക്കെ ഉണ്ട് ഗൈസ് പെട്രോള്. അങ്ങനെ നമ്മള് ഓടിച്ചു തുടങ്ങി. ഇപ്പം നമ്മുടെ പാലക്കാട് കൊച്ചിയില് ഫുള്ളും ഹൈവേ ആണ്. ഹൈവേ റോഡാണ്. കോയമ്പത്തൂര് ഇച്ചിരി ഹൈവേ കുറവുണ്ട്. പിന്നെ നമ്മുടെ കൊച്ചിയിലും പാലക്കാട് നല്ല ഹൈവേ ആണ്. അങ്ങനെ നമ്മൾ സിഗ്നലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഡ്രൈവിങ് തുടങ്ങി. അപ്പോൾ നമ്മൾ പിന്നെയും ഡ്രൈവ് തുടങ്ങി. നമ്മൾ ഓടിക്കുകയാണ്. ഗൈസ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ടക്ടർ സോമനാണ്. ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 111, 12, 14. ഹലോ ഗൈസ്, ഞാനാണ് കണ്ടക്ടർ സോമൻ. ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡ്രൈവറാണ് ഇപ്പോൾ ഇവിടെ കണ്ടക്ടറായിട്ട് നിൽക്കുന്നത്. ഗൈസ് ഇവൻ 6:30 എവിടെ കൊണ്ടുപോവാ ഗൈസ്? ഭയങ്കര ധൃതിയാണ്. ചുമല നെറ്റ്സോണാണ് ഗൈസ്. നമ്മളൊക്കെ രക്ഷ സൂക്ഷിച്ചാലേ നമുക്ക് നല്ല ഇവനെ പോകാനുള്ളവനൊക്കെ ഇടിക്കണം ഗൈസ്. ഫയർഫോഴ്സും ഉണ്ട് ഗൈസ്. പൊക്കോട്ടെ ഗൈസ്. നിർത്തി കൊടുക്കാം ഗൈസ്. ഫയർഫോഴ്സ് ആണ് ഗൈസ്. എവിടെ രക്ഷയ്ക്ക് പോകണം? നമുക്ക് സൈഡിൽ കൂടെ ഒന്ന് ജസ്റ്റ് കയറി പോയേക്കാം. വണ്ടിക്ക് എന്താ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ഗൈസ്. എവിടെ അത്യാവശ്യത്തിന് പോവാൻ ഹെൽപ്പ് ചെയ്ത സർക്കാർ നമ്മളെ പിരിച്ചാൻ കൊടുത്തു ഗൈസ്. അതുകൊണ്ട് നമുക്ക് നിൽക്കണ്ട. നമുക്ക് നമ്മളെ വോട്ടാവില്ലേ പ്രധാനം ഗൈസ്. അങ്ങനെ നമ്മള് കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡ്രൈവിംഗ് ടു KSRTC നമ്മൾ അങ്ങനെ തീർത്തിരിക്കുന്നു.